ഹലോ, ഹായ്. അബ്രീസാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ. കാരണം ഇന്ന് നമ്മൾ എല്ലാ മനുഷ്യരിലും ഓരോ സന്തോഷങ്ങൾ ഉണ്ട് അല്ലേ? ഇന്ന് ഏതൊരു മനുഷ്യനും എന്താ റസൂലുള്ളാന്റെ മധുര ഗാനങ്ങൾ നമ്മൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും അതിൻ്റെ മധുര ഗാനങ്ങൾ പറയുമ്പോഴും ഒക്കെ അതിൽ ആനന്ദം ഉണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ആനന്ദം? ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ട്, നമ്മളിലുണ്ട് റസൂലുള്ള, അള്ളാന്റെ റസൂലിന്റെ നൂറ് നമ്മളിലുണ്ട്. നമ്മളത് കണ്ടെത്താം. അത് കൂടുതലായി കാണണം. എങ്ങനെ? നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണണം. അത് പ്രണയമുള്ളവർക്ക് അത് സാധിക്കുള്ളൂ. നമ്മളൊരു കിതാബി പഠനങ്ങൾ കൊണ്ട് മാത്രമല്ല, ഞാൻ പലപ്പോഴും പറയലുണ്ട്, നമ്മുടെ ഹൃദയ സാന്നിധ്യത്തോടു കൂടി നമ്മൾ എന്താക്കണം? ദൈവിക സാന്നിധ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, പഠിച്ചവനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതെല്ലാം അള്ളാഹു താല പഠിച്ച തമ്പുരാൻ നമുക്ക് തുറന്നു തരും. കാരണം എന്താ? അള്ളാഹു താല പറയണ്ട എന്താ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള. മുഹമ്മദ് റസൂലുള്ള അന്ത്യ പ്രവാചകനാണ്, പ്രസന്റാണ്. ആയിരുന്നു എന്നല്ല, ആയേക്കാന്നുമല്ല. ആകണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1500 വർഷം മുമ്പുള്ള റസൂലുള്ള എപ്പോഴും ഉണ്ട്. കാരണം ലോക ജനതക്കുള്ള അള്ളാന്റെ റസൂല്. ആ റസൂലുള്ള പറഞ്ഞ്, തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് താൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ എന്നിൽ പെട്ടവനല്ല. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അത് പല ആളുകളും വായിച്ചു പോവും. ഈ പട്ടിണിക്ക് എന്തൊക്കെ വേർഷൻ ഉണ്ട്. ഇന്നിപ്പോ ഒരാൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുക്കാൻ പൈസ ഉണ്ടാവും, അതൊന്നും പുത്തരിയല്ല, എന്നാലും നല്ല കാര്യം തന്നെ. പക്ഷെ പട്ടിണിക്കുള്ള വേർഷൻ ഞാൻ പറഞ്ഞിട്ടെ, ഒരു വീട് വാടക നിൽക്കണവന്റെ പട്ടിണിയാണ്, ഒരു രോഗിയായി കിടക്കണവന്റെ പട്ടിണിയാണ്, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് കടം കൊണ്ട് നിറഞ്ഞിരിക്കണ ഓന്റെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കണ എന്നിൽ പെട്ടവനല്ല. എന്നിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതായത് റസൂലുള്ളാന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല. അത് പറയുന്നതും പഠിപ്പിച്ചു കൊടുക്കണോ അതിനൊക്കെ അതിൽ പെട്ട് ഈ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ. കാരണം ബംഗ്ലാവുമായിട്ട് വീടുണ്ടാവും, തൻ്റെ സഹോദരന് അല്ലെങ്കിൽ തൻ്റെ വേണ്ടപ്പെട്ട ആള് ഇപ്പുറത്ത് വീടില്ലാതെ നിൽക്കുന്നുണ്ടാവും. കോടിക്കണക്കിന് ഉറുപ്പ്യ അല്ലെങ്കിൽ 1,00,00,000 50 ലക്ഷത്തിന്റെ 10 എത്ര ലക്ഷത്തിന്റെ വീടുണ്ടാവും. ഇപ്പുറത്ത് ഓൻ്റെ സ്വന്തം സഹോദരന് വാടകക്കോ ബുദ്ധിമുട്ടിയിട്ടോ പ്രയാസത്തിൽ നിൽക്കണെന്താവും? ഓന് കണ്ണടിക്കും. ഓന് ഈ കിതാബ് പഠിച്ചിന്. എന്താണ് ഈ കിതാബ് കൊണ്ട് ഓനിക്ക് നേടി? ഓൻ അക്ഷരങ്ങൾ കൊണ്ടുള്ള അർത്ഥങ്ങൾ മരുവിപ്പിച്ച അക്ഷരങ്ങൾ കൊണ്ട് മാത്രമുള്ള വാക്കുകളായി അവൻ പഠിച്ചത്, ഹൃദയത്തിലാക്കിയില്ല. കാരണം ഇത് എൻ്റെ സഹോദരന്റെ വീടില്ല നിൽക്കുക, അല്ലെങ്കിൽ ഓന് പ്രയാസപ്പെട്ട ഓനിക്ക് എൻ്റെ മുതലിന് കുറച്ചെടുത്ത് കൊടുക്കാനുള്ള മനസ്സ് വന്നില്ല. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പഠിച്ചത് എന്താ?